ലോക കായിക രംഗത്ത് ഏറ്റവും അധികം പ്രേക്ഷകരുള്ള ലീഗുകളിലൊന്നാണ് IPL. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുമായാണ് ഇത്തവണത്തെ ലീഗ് എത്തുന്നത്. കഴിഞ്ഞ സീസൺ വരെ ലീഗിന്റെ TV സംപ്രേഷണ കരാറും OTT റൈറ്റ്സും വ്യത്യസ്ത കമ്പനികൾക്കാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ രണ്ടും ഒരു കമ്പനിക്ക് തന്നെയാണെന്നതാണ് പ്രധാന പ്രത്യേകത. കഴിഞ്ഞ തവണ TV സംപ്രേഷണ കരാർ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിനാണ് ലഭിച്ചിരുന്നത്. സ്റ്റാർ ഗ്രൂപ്പും റിലയൻസിന്റെ കീഴിലുള്ള വിയോകോം 18 തമ്മിൽ ലയിച്ചതോടെ ഡിജിറ്റൽ TV സംപ്രേഷണം റിലയൻസിന് മേധാവിത്വമുള്ള പുതിയ കമ്പനിക്ക് ലഭിച്ചു. ഇതോടെയെല്ലാം തങ്ങളുടെ കീഴിലായതിന് പിന്നാലെ പരസ്യനിരക്ക് ഉൾപ്പെടെ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് റിലയൻസ്. മുൻ വർഷത്തേക്കാൾ പരസ്യനിരക്കിൽ 25 മുതൽ 30% വരെ വർധനയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തവണ 10 സെക്കൻഡുള്ള ഒരു പരസ്യം IPL-നിടെ സ്റ്റാർ സ്പോർട്സിലൂടെ നൽകണമെങ്കിൽ 18 മുതൽ 19 ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും. മുൻ വർഷങ്ങളിൽ ഇത് 16 ലക്ഷത്തിന് താഴെയായിരുന്നു. ജിയോ സ്റ്റാർ ലയനമാണ് ഇത്രയും വലിയ നിരക്ക് വർധനയ്ക്ക് കാരണമായതെന്ന് വിദഗ്ധർ പറയുന്നു. മുമ്പ് TV ഡിജിറ്റൽ സംപ്രേഷണാവകാശം വ്യത്യസ്ത കമ്പനികൾക്കായിരുന്നതിനാൽ നിരക്ക് ഒരു പരിധിവരെ കൂട്ടാതിരിക്കാൻ ഈ കമ്പനികൾ ശ്രദ്ധിച്ചിരുന്നു. ടിവിയിൽ മത്സരങ്ങൾ കണ്ടിരുന്നവരെ ആകർഷിക്കാനായി ജിയോ സിനിമാസ് ആപ്പിൽ സൗജന്യമായി മത്സരം ലഭ്യമാക്കിയാണ് റിലയൻസ് മത്സരരംഗത്തേക്ക് കടന്നുവന്നത്. ഇത്തവണ പക്ഷേ റിലയൻസിന്റെ കയ്യിലേക്ക് നിയന്ത്രണം വന്നതോടെ ഏതു നിരക്ക് വേണമെങ്കിലും ഈടാക്കാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. പരസ്യവരുമാനം വർദ്ധിച്ചതോടെ ഇത്തവണ 6000 മുതൽ 7000 കോടി രൂപ വരെ റിലയൻസിന്റെ കീശയിലെത്തുമെന്നാണ് കണക്കുകൾ. വൻകിട ബ്രാൻഡുകൾ ഉൾപ്പെടെ 12 കമ്പനികൾ ടൂർണമെന്റ് സ്പോൺസർമാരായി എത്തുകയും ചെയ്തിട്ടുണ്ട്. IPL-ൽ പങ്കെടുക്കുന്ന 10 ടീമുകൾക്കും കൂടി സ്പോൺസർഷിപ്പ് ഇനത്തിൽ മാത്രം 1300 കോടി രൂപയിലധികം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ് പോലെ കൂടുതൽ ആരാധക പിന്തുണയുള്ള ടീമുകൾക്ക് 100 കോടി മുതൽ 130 കോടി രൂപ വരെ സ്പോൺസർഷിപ്പ് ഇനത്തിൽ ലഭിക്കും. സ്പോർട്സ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.